10 ദിവസം. ഈ 10 ദിവസത്തിനുള്ളിൽ ഇറാന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക. ഇതിനപ്പുറത്തേക്ക് 11ാം ദിവസത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇത് ചിന്തിക്കുവാനോ പറയുവാനോ ഇറാൻ ഉണ്ടാവുകയോ ഇല്ല എന്ന മട്ടിലാണ് ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ. ഇത് ലോകത്തെ വീണ്ടും ആശങ്കയിലാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയും ഗൾഫ് രാജ്യങ്ങളും പ്രതിസന്ധിയിലാണ്. അതേസമയം ട്രംപിന്റെ യുദ്ധനീക്കത്തിന് തടയിടാനുള്ള ശ്രമങ്ങളാണ് ലോകരാജ്യങ്ങളും നടത്തുന്നത്. എന്നാൽ ട്രംപിന്റെ ഒറ്റ ബുദ്ധി കൊണ്ട് ഈ രാജ്യങ്ങൾ നയതന്ത്ര പ്രതിസന്ധിയിലേക്കും നീങ്ങുകയാണ് എന്നുള്ളത് കൂടി എടുത്തു പറയാം. ഇറാനെതിരായ ആക്രമണത്തിന് ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വ്യക്തമാക്കിയതോടുകൂടി ലണ്ടനും വാഷിംഗ്ടണും തമ്മിലുള്ള നയതന്ത്ര പോരിലേക്ക് കൂടി നീങ്ങുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അഭ്യർത്ഥന ബ്രിട്ടൻ തള്ളിയതോടുകൂടിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉലയുന്നത്. അതായത് ചില ഭാഗങ്ങൾ, ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഭാഗങ്ങൾ അടിക്കണമെങ്കിൽ ബ്രിട്ടന്റെ സൈനിക താവളം ഉപയോഗിക്കേണ്ടി വരും. ആ സൈനിക താവളം ഉപയോഗിക്കാൻ കഴിയും, അതിനുള്ള അനുമതി ബ്രിട്ടൻ നൽകുമെന്നായിരുന്നു ഇത്രയും നാളും ട്രംപ് കരുതിയിരുന്നത്. എന്നാൽ ബ്രിട്ടൻ അവസാന നിമിഷം കൊണ്ട് മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു എയർബേസ് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു തീരുമാനം അവർ പറഞ്ഞു കഴിഞ്ഞു. അതായത് അമേരിക്കയുടെ പൂർണ്ണമായും അമേരിക്കയെ തള്ളുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. എന്തായാലും ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ദീർഘദൂര ബോംബർ വിമാനങ്ങളുടെ ആക്രമണത്തിന് ഈ ഗ്ലൗസ്റ്റർഷെയറിലെ RAF ഫെയർഫോഴ്സ്, അതുപോലെ തന്നെ കടൽ കടന്നുള്ള ഡീഗോ ഗാർഷ്യ എന്നീ താവളങ്ങൾ ഉപയോഗിക്കാനാണ് ട്രംപ് അനുമതി തേടിയത്. എന്നാൽ മുൻകൂർ ആക്രമണത്തിന് താവളങ്ങൾ വിട്ടു നൽകുന്നത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാകുമെന്ന് ബ്രിട്ടീഷ് അതോറിറ്റി ജനറൽ ലോർഡ് ഹെർമർ മുന്നറിയിപ്പ് നൽകി. ഇതോടെയാണ് സ്റ്റാർമർ നോ പറഞ്ഞത്. ബ്രിട്ടന്റെ ഈ നീക്കത്തിൽ പ്രകോപിതനായ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ആഞ്ഞടിച്ചു. സ്റ്റാർമർ കരുത്തുകാട്ടണം എന്നുള്ള നീക്കങ്ങളും വരുന്നുണ്ട്. എന്തായാലും അതായത് ബ്രിട്ടന്റെ ഈ നീക്കത്തിൽ ട്രംപ് അസ്വസ്ഥനാണ്. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇപ്പോൾ ഈ ബ്രിട്ടനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. ഇറാൻ ബ്രിട്ടനും ഭീഷണിയാണ് എന്നാണ് പറയുന്നത്. സ്റ്റാർമർ കരുത്തുകാട്ടണം എന്നും പറയുന്നുണ്ട്. വോക്കിസത്തിന്റെ പിന്നാലെ പോയി രാജ്യത്തെ ദുർബലപ്പെടുത്തരുത് എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം ബ്രിട്ടന്റെ ഈ നിലപാടിന് പിന്നാലെ ചാഗോസ് ദ്വീപ സമൂഹം മൗറീഷ്യസിന് വിട്ടു നൽകാനുള്ള സ്റ്റാർമർ സർക്കാരിന്റെ നീക്കത്തിനുള്ള പിന്തുണ ട്രംപ് പിൻവലിക്കുകയും ചെയ്തു. അതായത് ട്രംപിന്റെ എപ്പോഴുമുള്ള നീക്കം ഇതാണ്. ട്രംപ് ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് അവർ തള്ളുകയാണെങ്കിൽ അതിനു മുൻപ് തന്നെ ട്രംപ് ഒരു സഹായം അവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രംപ് പതിയെ അത് പിൻവലിക്കും. അതായത് ട്രംപ് ഒരു ബിസിനസ്മാൻ ആണ് എന്ന് പറയുന്നത് വെറുതെ അല്ല. ഏതൊരു കാര്യവും ഒരു ബിസിനസ്മാൻ ചെയ്യുകയാണെങ്കിൽ അത് ബിസിനസിന്റെ കണ്ണോടുകൂടി മാത്രമായിരിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അതായത് ട്രംപ് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭാവിയിലുള്ള മറ്റേതോ ഒരു കാര്യത്തിന് ഇവരിൽ നിന്നുള്ള പിന്തുണയ്ക്ക് വേണ്ടി കൂടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ കളി ഇന്ത്യയോട് കളിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ കൃത്യമായി തന്നെ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് തൽക്കാലം ട്രംപിന്റെ കളി ഇന്ത്യയിൽ നടന്നില്ല, അത് മോദിയുടെ അടുത്ത് നടന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതുമാണ്. ഏതായാലും ഇത് ബ്രിട്ടൻ സർക്കാരിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഇറാനുമായുള്ള പുതിയ ആണവ കരാറിന് ട്രംപ് നൽകിയ 10 ദിവസത്തെ സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് മധ്യപൂർവ്വ ഏഷ്യയിൽ യുദ്ധഭീതി പുകയുന്നത്. അമേരിക്ക 2 വിമാനവാഹിനി കപ്പലുകളെ മേഖലയിലേക്ക് വിന്യസിച്ചു കഴിഞ്ഞു. ആക്രമണത്തിന് താവളം നൽകിയില്ല എന്ന് പറയുമ്പോഴും തിരിച്ചടി ഉണ്ടായാൽ നേരിടാൻ ഖത്തറിലും സൈപ്രസിലും ബ്രിട്ടൻ തങ്ങളുടെ ഈ ടൈഫൂൺ F-35 യുദ്ധവിമാനങ്ങളെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നതുകൂടി എടുത്തു പറയണം. 10 ദിവസത്തിനുള്ളിൽ സമാധാന കരാറിൽ എത്തിയില്ല എങ്കിൽ ഇറാനെതിരെ കടുത്ത സൈനിക നടപടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട്. വാഷിംഗ്ടൺ DC-യിൽ നടന്ന പ്രഥമ ബോർഡ് ഓഫ് പീസ് യോഗത്തിലാണ് യുദ്ധത്തിന്റെ ഭാരിച്ച ചെലവുകളെ കുറിച്ച് സംസാരിക്കവേ ട്രംപ് ഇറാന് അന്ത്യശാസനം നൽകിയത്. അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകണമെന്നാണ് ട്രംപ് അന്ന് പറഞ്ഞിരുന്നത്. അതായത് ആണവ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ അർത്ഥവത്തായ ഒരു കരാറിലെത്താൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ചർച്ചകൾ വഴിമുട്ടിയതോടെ പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കൻ സൈന്യം വൻതോതിൽ വിമാനവാഹിനികളും യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും വിന്യസിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ എന്നിവയാകാം അമേരിക്കയുടെ ലക്ഷ്യം.
യുദ്ധത്തിന് സാധാരണത്തെക്കാൾ 100 ഇരട്ടി ചെലവുണ്ട് എന്ന് ട്രംപ് പറയുന്നു. ഈ മുന്നറിയിപ്പിൽ അല്ലെങ്കിൽ ഈ മുറിയിലുള്ള പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പായിരിക്കാം. പക്ഷേ പഴയ കാലത്തെ പോലെ ഞങ്ങൾ സ്നേഹം തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. തന്റെ ലക്ഷ്യം ജീവൻ രക്ഷിക്കലല്ല എന്നും നോബൽ സമ്മാനമല്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. എനിക്ക് നോബൽ സമ്മാനത്തെക്കുറിച്ച് ആശങ്കയില്ല, എനിക്ക് ആളുകൾ കൊല്ലപ്പെടുന്നത് കാണണ്ട എന്നാണ് ട്രംപ് പറയുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ട്രംപ് ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കണം. മധ്യപൂർവ്വേഷ്യയിൽ US വൻതോതിൽ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ പ്രസ്താവന. വിമാനവാഹിനി കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെ വലിയ സൈനിക വ്യൂഹത്തെ അമേരിക്ക മേലിൽ വിന്യസിച്ചിട്ടുണ്ട്. നിയന്ത്രണം പരാജയപ്പെട്ടാൽ സൈനിക നടപടിയിലേക്ക് നീങ്ങാൻ തങ്ങൾ തയ്യാറാണെന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. ഇറാനെ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് ട്രംപ് ആവർത്തിച്ചു പറയുന്നു. ഇറാന്റെ കൈവശം ആണവായുധം ഉണ്ടായാൽ മധ്യപൂർവ്വ ഏഷ്യയിൽ സമാധാനം സാധ്യമാകില്ല. അത് വളരെ ലളിതമായ കാര്യമാണ്. കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാർമർ വഴി ഇറാന്റെ ചില ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ഇത് ഇറാനെ ചർച്ചയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. ജനീവയിൽ വെച്ച് അമേരിക്കൻ പ്രതിനിധികളായ ജാർഡ് കുഷർണർ, സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗചിയും തമ്മിൽ പരോക്ഷ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇറാനുമായുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലപാടുകളിൽ ഇപ്പോഴും വലിയ അന്തരമുണ്ട് എന്ന് വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലീവിറ്റ് വ്യക്തമാക്കി. സാമ്പത്തിക ഉപരോധങ്ങൾ കാരണം നിലവിൽ ഇറാൻ പ്രതിസന്ധിയിലാണ്. ഇതിനിടയിൽ അമേരിക്കയുടെ സൈനിക ഭീഷണിയും വന്നതോടുകൂടി ഇറാൻ ഭരണകൂടം കടുത്ത സമ്മർദ്ദത്തിലാണ്. എന്നാൽ തങ്ങളുടെ പരമാധികാരം പണയം വെച്ചുകൊണ്ടുള്ള ഒരു കരാറിന് ഇറാൻ തയ്യാറാകുമോ എന്നത് ചോദ്യചിഹ്നമായി തുടരുന്നു. ഇറാനെതിരെ ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ഇസ്രയേലും ട്രംപിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് രംഗത്ത് എത്തിയിട്ടുണ്ട്. ഇറാൻ ഒരു ആണവ ശക്തിയാകുന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിട്ടുണ്ട്. ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നാൽ അവർക്ക് സങ്കല്പിക്കാൻ കഴിയാതെ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയ നെതന്യാഹു US-ന്റെ ഏത് സൈനിക നീക്കത്തിനും പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ പുതിയ ആണവ കരാറിൽ ഏർപ്പെടാൻ തയ്യാറായില്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ഡീഗോ ഗാർസിയ താവളം ഉപയോഗിച്ച് സൈനിക നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെതിരെ ആക്രമണം നടത്തുന്നതിനായി നിരവധി കാരണങ്ങൾ ഉണ്ടെങ്കിലും ട്രംപ് നയതന്ത്ര ചർച്ചകൾക്കാണ് മുൻഗണന നൽകുന്നത് എന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് അറിയിച്ചു. ഇറാൻ എത്രയും വേഗം ഒരു കരാറിലെത്തുന്നത് അവർക്ക് ഗുണകരമായിരിക്കുമെന്നും അമേരിക്ക സൂചിപ്പിച്ചു. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയാൻ സാധ്യമായ എല്ലാ വഴികളും അമേരിക്ക തേടുമെന്ന് അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് പറയുന്നുണ്ട്. അതേസമയം ഇസ്രയേലുമായും അമേരിക്കയുമായും നടന്ന മുൻ സംഘർഷങ്ങളിൽ തകർന്ന ആണവ സൈനിക കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള നടപടികൾ ഇറാൻ തുടങ്ങിയതായും ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ഇത് മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇറാനിൽ രാഷ്ട്രീയ സൈനിക നേതാക്കളെ ലക്ഷ്യം വെക്കുന്നതിനും ആണവ മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കുന്നതിനുമുള്ള വിവിധ പദ്ധതികൾ അമേരിക്കയുടെ പരിഗണനയിലാണ് എന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ മുതൽ പരിമിതമായ വ്യോമാക്രമണങ്ങൾ വരെയുള്ള സാധ്യതകളാണ് ട്രംപിന് മുന്നിലുള്ളത്. 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് ഇതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അത്യാധുനിക F-35, F-22 യുദ്ധവിമാനങ്ങൾ, USS ജെറാൾഡ് R. ഫോർഡ് എന്ന വിമാനവാഹിനി കപ്പൽ എന്നിവ ഉൾപ്പെടെയുള്ള വൻ സന്നാഹമാണ് അമേരിക്ക മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത്. ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വ്യോമാക്രമണങ്ങൾക്കും സുസ്ഥിരമായ സൈനിക നീക്കങ്ങൾക്കും പ്രാപ്തമായ രീതിയിലാണ് അമേരിക്ക നിലയുറപ്പിച്ചിരിക്കുന്നത്. മേഖലയിൽ നിലനിൽക്കുന്ന ഈ സൈനിക സന്നാഹം ഏതു നിമിഷവും ഒരു വലിയ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു.